ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ജോബിനുമായിട്ട് മോർഗേജ് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വീഡിയോസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ പുതിയൊരു സബ്ജക്റ്റ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്നാ ജോബിന് ഒന്ന് പറയാമോ? നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജനറലായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം സ്വന്തമായിട്ടൊരു ഓണർ ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഓണർ ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ നമുക്ക് അത് വാല്യൂ ഗ്രോ ആയി, അപ്പോൾ അതുവഴിയായിട്ട് അതിനകത്ത് കുറച്ച് ഇക്വിറ്റി ഉണ്ട്. അതിൽ നിന്നും ആ ഇക്വിറ്റി ഡ്രോ ചെയ്തിട്ട് എങ്ങനെ അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ജനറൽ ഡിസ്കഷൻ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ നമ്മളെ പൊതുവെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ഇക്വിറ്റി എന്ന് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ഓണർ ഒക്കുപ്പൈഡ് ആകട്ടെ ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ, ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ അത് മൈനസ് എന്താണോ ഇപ്പോഴത്തെ നിങ്ങളുടെ ലോൺ എമൗണ്ട്, ആ ലോൺ എമൗണ്ടും കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങളുടെ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് വാല്യൂ മൈനസ് കറണ്ട് ലോൺ എമൗണ്ട് ആണ് നിങ്ങളുടെ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോപ്പർട്ടിക്ക് 1 million വാല്യൂ ഉണ്ട്, നിങ്ങളുടെ ലോൺ ബാലൻസ് എന്ന് പറയുന്നത് 500,000 ആണെങ്കിൽ ആ ഡിഫറൻസ് ഓഫ് 500,000 നിങ്ങളുടെ ഇക്വിറ്റിയാണ്. അപ്പം ആ ഡിഫറൻസിനെ നമുക്ക് ഡ്രോ ചെയ്തിട്ട് അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെന്റും, ഇപ്പം ഷെയർ മേടിക്കാം, അല്ലെങ്കിൽ ബോണ്ടുകൾ, ETF, അങ്ങനെ ഏത് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഈ ഇക്വിറ്റി ഡ്രോ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമൽ സിനാരിയോയിൽ ഇപ്പോൾ ഈ 1 million ഒരു പ്രോപ്പർട്ടി വാല്യൂ ഉള്ള ഒരു സിനാരിയോയിൽ നമുക്ക് അപ് ടു 80% വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം 500,000 ഇക്വിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഒരു 300,000 നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചില സിനാരിയോസിൽ ചില പ്രൊഫഷണലുകളുടെ കേസുകളിൽ നമുക്ക് അപ് ടു 90% വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ആ സിനാരിയോയിൽ ശകലം വേരിയേഷൻ വരും. എന്നാൽ ഒരു ജനറൽ കാറ്റഗറിയിൽ നമുക്ക് ഒരു 80% വരെയാണ് നമുക്ക് ലോൺ ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1 million പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട്, 500,000 ആണ് നിങ്ങളുടെ കറണ്ട് ലോണെങ്കിൽ നമുക്ക് ഒരു 300,000 അവിടെ ഇക്വിറ്റി ഉണ്ട്. ആ ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന സിനാരിയോ ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പം ഈ ഇക്വിറ്റി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ജനറൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കിപ്പം ഒരു വീടുണ്ട്, നമുക്ക് അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷേ നമുക്ക് അതിനുള്ള സേവിങ് നമുക്കില്ല. അപ്പം ഈ നമ്മുടെ ഇക്വിറ്റി ടാപ്പ് ചെയ്യുവാണെങ്കിൽ, നമുക്ക് ഇക്വിറ്റി ഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയും വേഗം തന്നെ നമ്മുടെ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡ്രീമിലേക്ക് എത്താനായിട്ട് നമുക്ക് ഈ ഇക്വിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ എമൗണ്ട് എടുത്തുകൊണ്ട് നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള എമൗണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ബാക്കിയുള്ള എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇക്വിറ്റിയിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഈ പ്രോസസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഒരു പ്രോപ്പർട്ടിയും കൂടെ മേടിച്ചു, പ്രോപ്പർട്ടി മാർക്കറ്റ് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രോ ആകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടിയും ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി ലോങ് ടേം വരുമ്പോഴത്തേക്ക് ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ട് നല്ലൊരു ഇക്വിറ്റി ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഈ ഇക്വിറ്റി ഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ടന്റിനെയും ഒരു മോർഗേജ് ബ്രോക്കറെയാണ്. നമ്മൾ ഇക്വിറ്റി ഡ്രോ ചെയ്യുന്നത് കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഫുൾ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നതിന് നമ്മൾ ആദ്യം തന്നെ ഒരു അക്കൗണ്ടന്റിനെ കൺസൾട്ട് ചെയ്യണം, നമ്മുടെ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിക്കണം. ഒരു മോർഗേജ് ബ്രോക്കറുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇക്വിറ്റി ഡ്രോ ചെയ്യേണ്ടത്, അതായത് നമുക്കിപ്പം 300,000 നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ 500,000 നമ്മുടെ ഓണർ ഒക്കുപ്പൈഡിൻ്റെ ലോണ് 300,000 ഇക്വിറ്റി എടുക്കുന്നു, അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലോണിനെ സ്പ്ലിറ്റ് ചെയ്ത് ലോൺ എ, ലോൺ ബി ആയിട്ട് മാറ്റിക്കൊണ്ട് നമ്മുടെ ഇക്വിറ്റി ലോണ് സെപ്പറേറ്റ് ആക്കി മാറ്റി അതിനെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഫുള്ള് ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ എടുക്കുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക്
ടാക്സിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേറ്റീവ് ഗിയറിംഗിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതപ്പം ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് ഈ 2 പ്രൊഫഷണലുകളെ ആദ്യം തന്നെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യാവുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ കോൺസ്. നമ്മളിപ്പം യൂഷ്വലി നമ്മൾ ജനറലി കേൾക്കുന്ന ഒരു ഇതാണ്, നിനക്ക് വീടിന് ഒത്തിരി ഇക്വിറ്റി ഉണ്ടല്ലോ, നിനക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കത്തില്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് നമുക്ക് ഈ പൈസ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. നമുക്ക് ഇക്വിറ്റി ഉണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഇക്വിറ്റി റിലീസ് ചെയ്ത് തരുന്നത്. അതെടുക്കുന്ന വഴിയായിട്ട് ആ എടുക്കുന്ന ഇക്വിറ്റിക്ക് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹോം ലോൺ 500,000 ആയിരുന്നു, 300,000 എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹോം ലോൺ ഇൻ റിയാലിറ്റിയിൽ 800,000 ആയി മാറി. അപ്പോൾ ആ 300,000 നിങ്ങൾ വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണക്കാക്കണം. കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ എടുത്ത ഇക്വിറ്റിക്കുണ്ടായ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്താണോ ആ എക്സ്പെൻസ് അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കുള്ള എക്സാക്ട് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് സിനാരിയോ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആ നമ്പർ കിട്ടുകയുള്ളൂ. പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് ഡ്രോ ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ എടുത്ത എമൗണ്ടിനെ അവർ മറക്കുവാണ്. അതായത് ഇവിടെ നമ്മൾ കൂടുതൽ അടയ്ക്കുന്നുണ്ടെന്നുള്ളത് മറന്നുകൊണ്ട് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്. ഈ 2 കാൽക്കുലേഷനോട് ഓക്കെ ആയിട്ട് വന്നെങ്കിലേ ഉള്ളൂ ഈ എടുത്ത എമൗണ്ടിന് അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് കൂടെ ഇപ്പറേ പോസിറ്റീവായിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജനറൽ ടോട്ടലി പ്രോഫിറ്റ് ആവുന്നത്. അപ്പം അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തൊരു അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് ജോബിൻ എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ റെന്റ് അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ വീടാണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ ദ ഏരിയ ആണ്. എല്ലാ ഏരിയയിലും അത് പ്രോഫിറ്റബിൾ ആയിരിക്കുകയില്ല. പല ഏരിയയിലും നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്ന ഈ മാർക്കറ്റിൽ ഹ്യൂജ് ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഗ്രോത്ത് അത്ര ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കത് ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിട്ട് വരികയില്ല. ഇപ്പം ചില മാർക്കറ്റുകളിൽ ലാസ്റ്റ് 3-4 ഇയേഴ്സിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു ഗ്രോത്ത് ഉണ്ടായത് ആൾക്കാർക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഇക്വിറ്റി ഗ്രോ ആയി അവർക്കൊരു നല്ലൊരു പ്രോഫിറ്റ് പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സിനാരിയോ കണ്ടുകൊണ്ട് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹൈ എൻഡ് ഓഫ് ദ വാല്യൂവിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി പോയിന്റ്സ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് ആൾക്കാർക്ക് പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രോപ്പർട്ടിയിൽ ഇക്വിറ്റി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് കുഴപ്പമില്ല, എനിക്ക് ഇക്വിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ബോറോയിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ബാങ്ക് നോക്കുമ്പോഴത്തേക്ക് ഇക്വിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവർ നോക്കുന്നത്. ഇക്വിറ്റി ഉള്ളത് ഇറ്റ്സ് ബെറ്റർ ആണ്, നമ്മുടെ ഇനിഷ്യൽ എക്സ്പെൻസുകൾക്ക് അത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി, നമ്മുടെ ഇൻകം, നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലോണ്, ബാക്കിയുള്ള ലയബിലിറ്റികൾ, നമ്മുടെ എക്സ്പെൻസ്, കൂടാതെ നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കുന്നെങ്കിൽ അതിൻ്റെ റെന്റൽ ഇൻകം, അത് ബാങ്കുകൾ യൂഷ്വലി ഒരു 80% ഉള്ളൂ ആ റെന്റൽ ഇൻകം കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള സിനാരിയോ നോക്കിയിട്ട് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാങ്ക് ഈ ഇക്വിറ്റി എടുക്കാനും അടുത്തൊരു ലോൺ എടുക്കാനുമായിട്ടുള്ള അപ്രൂവൽ നമുക്ക് തരത്തുള്ളൂ. നമ്മുടെ ഇൻകം ഇല്ല, നമുക്ക് ഇക്വിറ്റി അവിടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ബാങ്ക് ലോൺ തരത്തില്ല. അപ്പം നമുക്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റുകയില്ല. നമ്മുടെ ഇൻകം ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫാക്ടർ. പിന്നെ ബാക്കിയുള്ള ലയബിലിറ്റിയും കൂടെ നോക്കിയിട്ടാണ് ബാങ്ക് ലോൺ തരുന്നത്. പിന്നെ നമ്മൾ ഈ ഇക്വിറ്റി ഡ്രോ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അതാ മാർക്കറ്റ് റിസ്ക് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഇക്വിറ്റി ഡ്രോ ചെയ്ത് സേ ഒരു സിനാരിയോയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇക്വിറ്റി കുറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മൾ ചില സിനാരിയോസിൽ നെഗറ്റീവ് ഇക്വിറ്റിയിൽ സിറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി 1 million ആയിരുന്നു വാല്യൂ, അത് കുറഞ്ഞ് 800,000 ആയെങ്കിൽ നമ്മൾ ഓൾറെഡി മാക്സിമം ലോൺ എടുത്തിരിക്കുകയും കൂടെ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഇക്വിറ്റി ഉള്ള സിനാരിയോസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു റിസ്ക് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം.
പിന്നെ ഈ ഇക്വിറ്റി വിഡ്രോ ചെയ്യുമ്പം പ്രധാനമായിട്ടും ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലും പിന്നെ നമ്മളുടെ അസറ്റ് പ്രൊട്ടക്ഷനും കൺസിഡർ ചെയ്യേണ്ടത് ഒരു പോയിന്റാണ്. ഈ ലോൺ എടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം നമ്മുടെ ഓണർ ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ ഇക്വിറ്റി വെച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു ലോൺ എടുത്ത് അടുത്തൊരു പ്രോപ്പർട്ടി മേടിക്കുമ്പം ചില ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്കിങ് സിനാരിയോസിൽ അവരത് ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ക്രോസ് കൊളാറ്ററൈസേഷൻ ചെയ്യാന്ന് പറയും. രണ്ട് ലോണൂടെ കമ്പൈൻ ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത ആ ഒരു പ്രോപ്പർട്ടിക്കുള്ള ലോൺ തരുന്നത്. അത് എപ്പോഴും നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടും നമ്മളൊരു അക്കൗണ്ടന്റുമായിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത് ക്രോസ് കൊളാറ്ററൈസേഷൻ എപ്പോഴും നമുക്ക് റിസ്ക് കൂടുതലും ബാങ്കിന് റിസ്ക് കുറവാണ്. അതായത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിച്ചു, സേ ഒരു വേഴ്സ് സിനാരിയോയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പെർഫോം ചെയ്തില്ല, അതിന്റെ വില കുറഞ്ഞു പോയി, നിങ്ങൾക്ക് അത് ആ ലോസ് അവിടെ കട്ട് ചെയ്തുകൊണ്ട് അത് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ടോട്ടൽ കമ്പൈൻഡ് ഇക്വിറ്റി കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ അത് വിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ആ ലോൺ രണ്ടുകൂടെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്ത് നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ലോൺ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. അതിന് കറക്റ്റ് പ്രൊഫഷണൽ അഡ്വൈസ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറിങ് കറക്റ്റ് ക്ലീൻ ആയിരിക്കണം, സെപ്പറേറ്റഡ് ആയിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ATOയിലും നെഗറ്റീവ് ഗിയറിങ്ങിലും ടാക്സിൻ്റെ ഡിക്ലറേഷൻ വരുമ്പോഴും അത് ഫോളോ ചെയ്യാനായിട്ടും ഡിക്ലറേഷനും അത് ഒത്തിരി എളുപ്പമാവും. അതുകൊണ്ട് യൂഷ്വലി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കുന്ന സിനാരിയോസിൽ നമ്മൾ പറയാറുള്ളത് ഇതിനെ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്ത് വേണം ചെയ്യാനുള്ളതാണ് അഡ്വൈസ് ചെയ്യാറ്. ചില സിനാരിയോസിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ അത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതിന് പ്രൊഫഷണൽ അഡ്വൈസ് നിങ്ങൾ എടുക്കണം. അപ്പോൾ അതിനാണ് ഈ പറഞ്ഞ മോർഗേജ് ബ്രോക്കർ അതുപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ അടുത്ത് പോകണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സിനാരിയോ സെപ്പറേറ്റ് ആണ്. അതനുസരിച്ച് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഡിസിഷനിൽ എത്താനായിട്ട്. അടുത്തത് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫ്രീ മണി അല്ല. ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഒരു കടമാണ്. നമ്മൾ വീണ്ടും ബാങ്കിന്റെ ഇക്വിറ്റി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം എടുക്കുകയാണ്. അപ്പൊ അതിനൊരു എക്സ്പെൻസ് ഉണ്ട്, അതിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. ആ എടുക്കുന്ന എമൗണ്ടിനെ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്യുക, വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ മോണിറ്റർ ചെയ്യുക. ഇത് നമുക്ക് കറക്റ്റായിട്ട് ബെനിഫിറ്റ് ആവുന്നുണ്ടോ അതോ ആ എടുത്തത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ വരുന്നത് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് വെൽത്ത് ക്രിയേഷൻ സാധിക്കുന്നുള്ളൂ. അപ്പം അതാണ് ഇതിന്റെ പ്രധാന ഒരു ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഫ്രീ മണി അല്ല എന്നുള്ളത് എല്ലാവരും ഓർക്കണം. എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ പലർക്കും ഒരു വിദ്യാധാരണയാണ് നമുക്ക് ഇക്വിറ്റി കൊണ്ടുള്ളത് എടുക്കാം. അതങ്ങനെ ചെയ്യാതെ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്ത് വൈസായിട്ട് യൂസ് ചെയ്ത് അതുവഴിയായിട്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ജോബിന് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ജോബിന്റെ പേജിൽ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മോർഗേജിന്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഇത് ചെയ്യാറുണ്ട്. നമ്മുടെ പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടാറുണ്ടോ, ജോബിനെ വിളിക്കാറുണ്ടോ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു. ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് പൊതുവേ കിട്ടുന്ന ഫീഡ്ബാക്ക്. ഞാൻ എല്ലാ ദിവസങ്ങളിലും തന്നെ അല്ലെങ്കിൽ എവറി സെക്കൻഡ് ഓർ തേർഡ് ഡേയിൽ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇപ്പം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു പെർസെൻറ്റേജിനെങ്കിലും ബെനിഫിറ്റ് കിട്ടാറുണ്ട്. ഇപ്പൊ ഓരോ സിനാരിയോ വരുമ്പോഴത്തേക്ക് അപ്പോഴായിരിക്കും അവർ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കാണുന്നത്. അങ്ങനെ അത് യൂസ്ഫുൾ ആകാറുണ്ട്. അത് എനിക്കത് ചെയ്യുന്നത് വളരെ ഇഷ്ടമാട്ടോ. ഞാനത് ന്യൂസ് കേട്ട് ന്യൂസിനകത്ത് നിന്ന് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്ന വെച്ചിട്ടാണ് അത് ഇതാക്കി ഞാൻ ജോബിന് ആ ഒരു ഫീൽഡിലാകുമ്പോഴത്തേക്ക് ജോബിന് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതപ്പോൾ അത് ഹോം ലോണുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആസ് എ ന്യൂ മൈഗ്രൻസ് അല്ലെ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുന്ന എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ജോബിന്റെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ താങ്ക് യു ജോബിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആയിട്ട് പങ്കുവെച്ചതിന്. അപ്പോൾ ഗൈസ്, അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക്
ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ വീട് മേടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ജോബിനെ അപ്രോച്ച് ചെയ്യാം. ഞാനും ഒക്കെ ഇപ്പോൾ റീമോർഗേജ് ചെയ്തതും ഇൻവെസ്റ്റ് ചെയ്തതും ഒക്കെ ജോബിൻ ത്രൂ ആണ്. നല്ലൊരു മോർഗേജ് ബ്രോക്കറും കൂടിയാണ് ജോബിൻ. അപ്പം താങ്ക് യു ജോബിൻ. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.